Dear students, next നമ്മൾ അടുത്ത ലാസ്റ്റ് മൊഡ്യൂൾ ഡിസ്കസ് ചെയ്യണം. That is module 5, Fourier Transforms. So അതിൽ ഫസ്റ്റ് പറയുന്നത് Fourier integral. So what is a Fourier integral? If f of x is piecewise continuous in a very finite interval and has a right hand and left hand derivatives at every point, and if integral minus infinity to infinity mod f of x ds exists, then f of x can be represented by a Fourier integral, which is that f of x is equal to 0 to infinity a omega. എ ഒമേഗ എന്ന് പറഞ്ഞാൽ ഈ എ എന്നുള്ളത് ഒമേഗയിലുള്ള ഒരു ഫംഗ്ഷനായിട്ട് നമുക്ക് കിട്ടുന്നത് ഇൻറ്റു കോസ് ഒമേഗ എക്സ് പ്ലസ് ബി ഒമേഗ എന്ന് പറയുന്നത് ബി എന്നുള്ള ഇത് നമുക്ക് ഒമേഗയിലുള്ള ഒരു ഫംഗ്ഷനായിട്ടാണ് കിട്ടുന്നത്. സോ ബി ഒമേഗ സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ. ദിസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് ഈസ് നോട്ട് ഡി എക്സ്, ഇറ്റ് ഈസ് ഡി ഒമേഗ. ഒമേഗയിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ആൻഡ് എങ്ങനെയാണ് ഈ എ ഒമേഗയും ബി ഒമേഗയും കാണുന്നത്? A omega is equal to 1 by pi integral minus infinity to infinity f of x cos omega dx. It is with respect to x dx. And b omega 1 by omega minus infinity to infinity f of x sin omega x dx. It is dx. Okay. So ഇവിടെ നമ്മൾ ഫോറിയർ സീരീസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഫോറിയർ സീരീസിന്റെ അതേ ടേംസാണ് വരുന്നത്. അതിന് ഇൻ്റഗ്രലിലേക്ക് മാറുന്നതാണ്. ഫോറിയർ സീരീസ് ഇൻ്റഗ്രലിലേക്ക് മാറുന്നതാണ് ഫോറിയർ ഇൻ്റഗ്രൽ. അവിടെ നമുക്ക് എ എന്നും ബി എൻ ഒക്കെ ഉണ്ടായിരുന്നു. അതിന് പകരം എ ഒമേഗ ബി ഒമേഗ, എൻ്റെ കൂടെ കോസ് ബിൻ്റെ കൂടെ സൈൻ, അതേപോലെ തന്നെ ഇൻ്റഗ്രേഷൻ വരുന്നത്. സോ ഇവിടെ നിന്ന് ശ്രദ്ധിക്കേണ്ടത് ഫോറിയർ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷനിൽ നമുക്ക് ഡി ഒമേഗയാണ്. പക്ഷെ നമ്മുടെ എ ഒമേഗയും ബി ഒമേഗയും കാണുമ്പോൾ വിത്ത് റെസ്പെക്ട് എക്സ് ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ എഫ് ഓഫ് എക്സ് ഡിസ്കണ്ടിന്യൂസ് ആണല്ലോ. എഫ് ഓഫ് എക്സ് ഒരു പോയിന്റിൽ കണ്ടിന്യൂസ് അല്ല. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ഈ എഫ് ഓഫ് എക്സിന്റെ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും കണ്ടിട്ട് അതിന്റെ ആവറേജ് എടുക്കുക. ഒരു പോയിന്റിൽ, ആ പോയിന്റിൽ ലെഫ്റ്റും കാണുക റൈറ്റും കാണുക, അതിന്റെ ആവറേജ് എടുത്താലാണ് എഫ് ഓഫ് എക്സ് കിട്ടുന്നത്. അതേ പോയിന്റ് എഫ് ഓഫ് എക്സ് is discontinuous, then the value of the Fourier integral equals the average of the left hand and right hand of the limits. ഓക്കെ, നമുക്ക് ഒരു കുറച്ച് എക്സാമ്പിൾസൊക്കെ കിടക്കാം. അപ്പോൾ ഒന്നൊരു ക്ലിയർ ആവും എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ളത്. സോ ഫസ്റ്റ് എക്സാമ്പിൾ, ഫൈൻഡ് ദി Fourier integral representation of f of x equal to സ്പ്ലിറ്റിംഗ് ആയിട്ട് f of x equal to 1 if mod x less than 1. എന്ത് ഈ mod x less than 1 എന്ന് പറഞ്ഞാൽ? അതുപോലെ f of x equal to 0 mod x greater than 1. ഇവിടെ mod x less than 1 1 ആണ്, mod x greater than 1 0 ആണ്. ഇവിടെ hence show that integral 0 to infinity sin omega by omega d omega equal to pi by 2. അപ്പോൾ ഇതിനെക്കുറിച്ച് ഫസ്റ്റിനെ കാണുമ്പോൾ വരേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ Fourier integral ചെയ്തു വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് എത്താൻ പറ്റും. ഇതിന്റെ Fourier integral റെപ്രസെന്റേഷൻ ചെയ്തു വരുമ്പോൾ നമുക്ക് എന്താവും, ഇതിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ നമുക്ക് ആദ്യം ഫംഗ്ഷൻ ഒന്ന് പരിചയപ്പെടാം. എഫ് ഓഫ് എക്സ് ടു 1 ആണ് mod x ലെസ് ദാൻ 1, എഫ് ഓഫ് 0 ആണ് mod x ഗ്രേറ്റർ ദാൻ 1. ഞാൻ സൊല്യൂഷനിലേക്ക് പോകുന്നതിന് മുമ്പ് എഫ് ഓഫ് എക്സ് എന്താണ് ഈ mod x ലെസ് ദാൻ 1 എന്ന് പറഞ്ഞാൽ? mod x ലെസ് ദാൻ എന്ന് പറഞ്ഞാൽ -1 ലെസ് ദാൻ x ലെസ് ദാൻ 1. നമുക്ക് അറിയുന്നതാണ്. mod x ലെസ് ദാൻ 1 എന്ന് പറഞ്ഞാൽ -1 ലെസ് ദാൻ x ലെസ് ദാൻ 1. ദെൻ mod x ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞാൽ ഒരു വാല്യൂവിന്റെ മോഡ് എടുത്താൽ ഒന്നിനേക്കാൾ വലുതായിരിക്കും എന്ന് പറഞ്ഞാൽ ആ വാല്യൂ ഒന്നെങ്കിൽ ഒന്നിനേക്കാൾ വലുതായിരിക്കും, അല്ലെങ്കിൽ -1 ചെറുതായിരിക്കും, അല്ലേ? അപ്പൊ ഇതാണ് ഈ ഒരു ഇന്റർവെല്ലാണ് -1ന്റെയും 1ന്റെ ഇടയിലുള്ളതാണ് mod x ലെസ് ദാൻ 1 എന്നുള്ളത്. -1ന്റെയും 1ന്റെ ഇടയിൽ. അതേപോലെ ഈ ഒരു പോർഷന്റെ വാല്യൂ എടുത്താൽ mod x ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും ഈ ഒരു ഭാഗത്തുള്ള. അതുപോലെ ഈ ഒരു ഭാഗത്തുള്ള വാല്യൂവിന്റെ mod x എടുത്താലും ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. കാരണം -1 ചെറുതാണ് -2 -3 -4 -1.5 അതൊക്കെ വരുന്നത്. അപ്പൊ അതിൻ്റെയൊക്കെ മോഡ് എടുത്താലും ഒന്നിനേക്കാൾ വലുതായിരിക്കും. അപ്പൊ ഈ ഇന്റർവെല്ലിനെ നമുക്ക് 3ആയി സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഒന്ന് -∞ മുതൽ -1 വരെ, മറ്റൊന്ന് -1 മുതൽ 1 വരെ,
മറ്റൊന്ന് 1 to infinity. അപ്പോൾ അങ്ങനെ മൂന്ന് ഇൻ്റർവെല്ലാക്കി സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. സോ നമ്മുടെ സൊല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യുക, ഫൈൻഡ് ദ ഫോറിയർ ഇന്റഗ്രൽ റെപ്രസെൻറ്റേഷൻ പറഞ്ഞിട്ട് എഫ് ഓഫ് എക്സ് എഴുതുക. 0 to infinity a omega cos omega x plus b omega sin omega x d omega, where a omega equal to 1 by pi minus infinity to infinity f of x cos omega dx. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, a omega കാണാം. സോ 1 by pi നമ്മൾ നേരത്തെ പറഞ്ഞു മൂന്ന് ഇന്റർവെൽ അല്ലേ, മൈനസ് ഇൻഫിനിറ്റി ടു മൈനസ് 1 എഫ് ഓഫ് എക്സ് കോസ് ഒമേഗ എക്സ് ഡി എക്സ് പ്ലസ് മൈനസ് 1 to 1 എഫ് ഓഫ് എക്സ് കോസ് ഒമേഗ എക്സ് ഡി എക്സ് പ്ലസ് 1 to infinity എഫ് ഓഫ് എക്സ് കോസ് ഒമേഗ എക്സ് ഡി എക്സ്. ഇങ്ങനെ മൂന്ന് ഇന്റർവെല്ലാക്കി നമുക്ക് എന്ത് ചെയ്യാം, ഇന്റഗ്രേഷൻ അതേപോലെ സ്പ്ലിറ്റ് ചെയ്യാം. സോ ബൈ ഡെഫിനിഷൻ ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് ഇൻഫിനിറ്റി ടു മൈനസ് 1 എന്നാണ് എഫ് ഓഫ് എക്സ് 0 ആണ് അവിടെ. സോ ഈ ഒരു ടേം കംപ്ലീറ്റ് 0 ആയി പോകും. പ്ലസ് മൈനസ് 1 to 1 -1 to 1 എഫ് ഓഫ് എക്സ് എന്തായിരുന്നു, 1 ആണ്, എഫ് കോസ് ഒമേഗ എക്സ് ഡി എക്സ് പ്ലസ് അതേപോലെ 1 to infinity എന്ന് പറഞ്ഞാൽ മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ 1 ഇവിടെ മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ 1 ആണ്, ഇവിടെ മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ 1 ആണ്. ഇവിടെ എഫ് ഓഫ് എക്സ് എന്താണ്, 0. അപ്പോൾ ഇന്റഗ്രൽ കംപ്ലീറ്റ് 0 ആയി പോകും. സോ നമുക്ക് ഈ ഒരു സെൻട്രലിൽ മാത്രം ഇന്റഗ്രേഷൻ മാത്രമേ ചെയ്യാനുള്ളൂ. നമുക്ക് സിമ്പിൾ ആണല്ലേ, കോസ് ഒമേഗ എക്സ് ഡി എക്സ് ആണ് കേട്ടോ, ഇവിടെ ഡി എക്സ് ആണ്. അപ്പോൾ കോസ് ഒമേഗ എക്സിനെ വിത്ത് റെസ്പെക്ട് എക്സിൽ ഇന്റഗ്രേറ്റ് ചെയ്ത് എന്ത് വരും, ഇവിടെ നമുക്ക് അതിൻ്റെ മുമ്പേ ഒരു പ്രോപ്പർട്ടിനെ അപ്ലൈ ചെയ്യാം. ഇവിടെ കോസ് ഒമേഗ എക്സ് എന്നുള്ളത് ഈവൻ ഫംഗ്ഷൻ, അപ്പോൾ ഈവൻ്റെ പ്രോപ്പർട്ടിനെ അപ്ലൈ ചെയ്യാം, ഒന്നുകൂടി സിമ്പിളായിട്ട് മാറും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് -1 to 1 എന്നൊക്കെ ആണെങ്കിൽ നമുക്ക് ഈവൻ ഓഡ് ഉപയോഗിച്ച് ആൻസർ ചെയ്യാൻ പറ്റും. സോ ഇവിടെ കോസ് ഒമേഗ എക്സ് ഈവനാണ്. എങ്ങനെ ഈവൻ ഫംഗ്ഷൻ നോക്കുന്നത്, എക്സിന് പകരം നമ്മൾ എന്ത് ചെയ്യും, മൈനസ് എക്സ് കൊടുക്കും അല്ലേ. കോസ് ഓഫ് മൈനസ് എക്സ് കൊടുത്താൽ കോസ് ഓഫ് മൈനസ് ഒമേഗ എക്സ് വരും. ഈ മൈനസ് ഒമേഗ എക്സും കോസിന്റെ കേസിൽ കോസിന്റെ ഉള്ളിൽ മൈനസ് വന്നാലും പ്ലസ് വന്നാലും ഈക്വൽ ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, കോസ് ഒമേഗ എക്സ് എന്നുള്ളത് ഈവൻ ആണെന്ന് പറയാം. അപ്പോൾ ഇവിടെ -1 to 1 പകരം 2 into 0 to 1 കോസ് ഒമേഗ എക്സ് ഡി എക്സ് എന്നുള്ളത്. സോ ഇനി കാര്യമായിട്ടൊന്നുമില്ല, ജസ്റ്റ് എന്ത് ചെയ്യാം, നമ്മുടെ പ്രോപ്പർട്ടി ഇന്റഗ്രേഷൻ ഓഫ് കോസ് ഒമേഗ. എന്താണ് കോസ് ഒമേഗ എക്സ് ഇന്റഗ്രേഷൻ, സൈൻ ഒമേഗ എക്സ്. ഇവിടെ എക്സിൽ ഇന്റഗ്രേഷൻ ആയതുകൊണ്ട് ഒമേഗ കോൺസ്റ്റന്റ് ആണ്, അത് താഴെ വരും 0 to 1. ഓൾറെഡി 2 പുറത്തുണ്ട്, 1 by pi പുറത്തുണ്ട്, അപ്പോൾ 2 by pi പുറത്തേക്ക് എടുത്തു. ഇവിടെ എക്സിൽ ഇന്റഗ്രേഷൻ ആയതുകൊണ്ട് ഒമേഗനെ പുറത്തേക്ക് എടുക്കാം, എക്സിൽ ഇന്റഗ്രേഷൻ ആയതുകൊണ്ട് ഒമേഗനെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഞാൻ 2 by pi ഒമേഗ പുറത്തെടുത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇനി എക്സിന് 1 കൊടുത്തു, അപ്പം എന്തോരും സൈൻ ഒമേഗ ഇൻറ്റു 1 മൈനസ് 0 കൊടുത്താൽ സൈൻ 0. സൈൻ 0 എന്താണ്, സൈൻ 0 0 ആയിട്ട് പോകും അല്ലെ, ഈ വാല്യൂ 0 ആണ്, സൈൻ 0 0 ആണ്. അപ്പം എന്തോരും 2 by pi സൈൻ ഒമേഗ ബൈ ഒമേഗ. ഇതെന്താണ്, ഇതാണ് എ ഒമേഗ, ഇത് എ ഒമേഗ അല്ലേ. ഇനി ഇതേപോലെ ബി ഒമേഗ കാണാം. ബി ഒമേഗ ഇതേ പറഞ്ഞ പോലെ ആദ്യ ഡെഫിനിഷൻ 1 by pi മൈനസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് സൈൻ ഒമേഗ. എഫ് ഓഫ് എക്സിനോടൊക്കെ സൈനാണ് വരുന്നത്, ബി ആകുമ്പോൾ സൈനാണ് വരുന്നത്. ഡി എക്സിലാണ് കേട്ടോ, ഒമേഗയിലല്ല, ഡി എക്സിലാണ്. അതേപോലെ നേരത്തെ നമ്മൾ എഫ് ഓഫ് എക്സിനെ 3 സ്പ്ലിറ്റ് ചെയ്തു, മൈനസ് ഇൻഫിനിറ്റി -1 -1 to 1 1 to infinity. അതേപോലെ ഈ രണ്ട് ഫസ്റ്റിലും ലാസ്റ്റിലും എഫ് ഓഫ് എക്സ് 0 ആണ്. അപ്പോൾ ബി എമൊക്കെ കണ്ട അതേപോലെ തന്നെ എഫ് ഓഫ് എക്സിന്റെ വാല്യൂസ് ഇവിടെയും വരുന്നത്. ഇതേപോലെ തന്നെ -1 to 1 സൈൻ ഒമേഗ എക്സ് ഡി എക്സ്. ഇവിടെ കണ്ടോ -1 to 1 ആണ്. സൈന് ഈവൻ ഓടാ, സൈന് ഒരു ഓഡ് ഫംഗ്ഷൻ ആണ്. സൈൻ ഒമേഗ എക്സ് ഓഡ് ആയതുകൊണ്ട് തന്നെ എങ്ങനെ ഓഡ് കാണുക, നമുക്ക് മൈനസ് കൊടുത്തു നോക്കല്ലേ, എക്സിന് മൈനസ് കൊടുക്കുക. അപ്പം സൈൻ ഓഫ് മൈനസ് ഒമേഗ എക്സ് എന്ന് വരും. സൈൻ ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ എക്സ് ആണ്. അപ്പൊ അതുകൊണ്ട് സൈൻ എന്താണ്, ഓഡാണ്. അപ്പോൾ ഓഡാണെങ്കിൽ മറ്റു പ്രോപ്പർട്ടി എന്താ, -a to a ഓഡ് ഫംഗ്ഷൻ 0 ആണ്. ഇന്റഗ്രൽ ഓഫ് -1 to 1 അല്ലെങ്കിൽ -a to a അല്ലെങ്കിൽ -2 to 2 -3 to 3 -π to π -a to a ആണെങ്കിൽ ഓഡ് ഫംഗ്ഷന്റെ ഇന്റഗ്രൽ 0 ആണ് വരുന്നത്. അപ്പൊ ആൻസർ സിമ്പിൾ ആയിട്ട് കിട്ടി. ഓടും ഈവൻ എന്നുള്ള പ്രോപ്പർട്ടി ഉപയോഗിച്ചപ്പോൾ ആൻസർ സിമ്പിൾ ആയി കിട്ടി, ബി ഒമേഗ ഈക്വൽ ടു 0. സോ അപ്പോൾ നമുക്ക് ആൻസറും സിമ്പിൾ ആയി കിട്ടും. ഇപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു നമ്മുടെ ഫോറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ ഈക്വൽ ടു ഇന്റഗ്രൽ 0 to infinity എ ഒമേഗ. ഇതാണ് എ ഒമേഗ അല്ലെ, ഈ ഒരു ടേം ആണ് കംപ്ലീറ്റ് എ ഒമേഗ. ഈ ഒരു ടേം ഇതാണ് എ ഒമേഗ കോസ് ഒമേഗ എക്സ് പ്ലസ് ബി ഒമേഗ 0 ആണ്. അപ്പോൾ ആ ടേം കംപ്ലീറ്റ് 0 ആയി പോകും, 0. സോ നമുക്ക് എന്ത് വരും, ഈ 2 വേണമെങ്കിൽ പുറത്തേക്ക് എടുക്കാം,
അപ്പോൾ 2/π ഞാൻ ഇൻ്റഗ്രൽ പുറത്ത് കൊടുത്തു. ഇവിടെ ഒമേഗ ഇൻ്റഗ്രലിന് പുറത്ത് കൊടുക്കാൻ കഴിയില്ല, കാരണം ഇവിടെ ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു ഒമേഗയാണ്. അപ്പോൾ ഇവിടെ ഒമേഗ എന്തല്ല, കോൺസ്റ്റൻ്റ് അല്ല. അപ്പോൾ ഒമേഗനെ ഒരു കാരണവശാലും ഇൻ്റഗ്രേഷൻ്റെ പുറത്ത് എഴുതരുത്. സോ 2/π ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി സൈൻ ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ എക്സ് ഡിവൈഡ് ബൈ ഒമേഗ ഡി ഒമേഗ എന്ന് കിട്ടും. അപ്പം ആൻസർ കംപ്ലീറ്റ് ആയോ? നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് അല്ലേ, f(x) കാണാൻ മാത്രമല്ല, ഹെൻസ് ഇവാലുവേറ്റ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് അല്ലേ. ഹെൻസ് ഷോ ദാറ്റ്, ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് അല്ലേ. ഈ ഒരു ഷോ ദാറ്റ് കൂടി ചെയ്യാനുണ്ട്. നമ്മൾ ഫൊറിയർ സീരീസ് ഇങ്ങനെ ഷോ ദാറ്റ് ചെയ്തിട്ടുണ്ട്, ഹെൻസ് ഇവാലുവേറ്റ് ഒക്കെ. അപ്പോൾ ഫൊറിയർ സീരീസിൽ ചെയ്ത അതേപോലെ തന്നെയാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, ഇന്റഗ്രൽ റെപ്രസെൻറ്റേഷൻ കാണും, എന്നിട്ട് എക്സിന് ഏതെങ്കിലും വാല്യൂ കൊടുക്കുമ്പോഴാണ് നമുക്ക് ആ ഹെൻസ് ഇവാലുവേറ്റ് എന്നുള്ള സാധനം കിട്ടുന്നത്. അപ്പോൾ ഇവിടെ എക്സിന് 0 ആണ് കൊടുക്കുന്നത്. അപ്പോൾ എക്സിന് എന്ത് കൊടുക്കണം എന്നുള്ളത് നമുക്ക് ഷോർട്ട് കട്ട് ഒന്നുമില്ല, ഫൊറിയർ സീരീസ് പോലെ തന്നെയാണ്. അപ്പോൾ ഇവിടെ x=0 കൊടുത്ത് വെക്കണം. അപ്പോൾ നമ്മുടെ ഫൊറിയർ ഇന്റഗ്രൽ റെപ്രസെൻറ്റേഷൻ എന്ത് വരും, എക്സിന് പകരം 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ അതിന് മുമ്പ് നോക്കേണ്ടത് ഈ x=0 എന്നുള്ളത് കണ്ടിന്യൂസ് ആണോ നോക്കണം. x=0 കണ്ടിന്യൂസ് ആണോ നോക്കണം. സോ എങ്ങനെ, എവിടെ x=0, ഏത് ഇന്റർവെൽ x=0 വരുന്നത്, ഈ ഇന്റർവെൽ അല്ലേ, ഇതല്ല ഇന്റർവെൽ, ഈ ഇന്റർവെൽ അല്ലേ. ഈ mod x <1 എന്ന് പറഞ്ഞാൽ -1 x <1 എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇന്റർവെൽ. അപ്പോൾ ഇവിടെയാണ് 0 വരുന്നത്, ഇവിടെ 0 വരുന്നത്. കണ്ടിന്യൂറ്റിക്ക് കുഴപ്പമൊന്നുമില്ല അല്ലേ, ഇവിടെ കണ്ടിന്യൂറ്റി ആയിട്ട് കുഴപ്പമില്ല, കാരണം f(0) 1 ആണ്. ലെഫ്റ്റ് എടുത്താലും റൈറ്റ് എടുത്താലൊക്കെ കണ്ടിന്യൂറ്റി കുഴപ്പമൊന്നുമില്ല. ഇവിടെ f(0) 1 ആണ്. കറക്റ്റ് പറയാൻ പറ്റും f(0) എത്രയെന്ന് പറയാൻ പറ്റും. f(0) നമുക്ക് പറയാൻ പറ്റും ഇറ്റ് ഈസ് ഈക്വൽ ടു 1. ഇനി എഫിന്റെ ലെഫ്റ്റും റൈറ്റും ഒന്നും കുഴപ്പമില്ല, കാരണം mod x <1 കംപ്ലീറ്റ് ആയിട്ട് f(1) ആണ്. അപ്പോൾ ഇവിടെ f(0) കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് f(0) എഴുതാം. f(0) എന്താണ്, 1 ആണ് അല്ലേ. എക്സിന് 0 കൊടുക്കുമ്പോൾ f(x) 1 ആണ്. സോ 1 ഈക്വൽ ടു, ഇനി ഫൊറിയർ ഇന്റഗ്രൽ റെപ്രസെൻറ്റേഷനിൽ എക്സിന് 0 കൊടുത്താൽ 2/π 0 to ഇൻഫിനിറ്റി സൈൻ ഒമേഗ കോസ് ഒമേഗ എക്സ്. അപ്പോൾ എക്സിന് വരെ 0 കൊടുക്കണം. സോ കോസ് 0 ഡിവൈഡഡ് ബൈ ഒമേഗ. കോസ് 0 എന്താണ്, കോസ് 0 1 ആണ് അല്ലേ, കോസ് 0 1 ആണ്. സോ ആൻസർ എന്ത് വരും, 1 ഈക്വൽ ടു 2/π 0 to ഇൻഫിനിറ്റി സൈൻ ഒമേഗ ബൈ ഒമേഗ ഡി ഒമേഗ. സോ ഇതായിരുന്നു ക്വസ്റ്റ്യൻ അല്ലെ. ഈ ഒരു 2/π ഒഴിവാക്കിയാൽ ഇതായിരുന്നു ക്വസ്റ്റ്യൻ, ഹെൻസ് ഇവാലുവേറ്റ്. അപ്പോൾ ഇതിന് എന്ത് ചെയ്യാം, ഈ 2/π ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഇത് മൾട്ടിപ്ലിക്കേഷൻ, അപ്പോൾ എന്തായി മാറും, റെസിപ്രോക്കൽ ആയിട്ട് മാറും അല്ലെ, π/2 ആയിട്ട് മാറും. സോ 0 to ഇൻഫിനിറ്റി സൈൻ ഒമേഗ ബൈ ഒമേഗ ഡി ഒമേഗ ഈക്വൽ ടു π/2, ഹെൻസ് ദ റിസൾട്ട്. അപ്പോൾ നമ്മൾ ഇവിടെ x=0 കൊടുത്തപ്പോൾ കണ്ടിന്യൂസ് ആയി കിട്ടിയത് അല്ലേ. ഇനി അടുത്ത് നമുക്ക് ഒരു പോയിന്റ് കൊടുക്കുമ്പോൾ കണ്ടിന്യൂസ് അല്ലാത്തത് എങ്ങനെ ചെയ്യാൻ നോക്കി നോക്കാം. സോ അടുത്തതേപോലെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഫോറിയർ ഇന്റഗ്രൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദി ഫംഗ്ഷൻ f(x) ഈക്വൽ ടു 0 t<0. അതേപോലെ e⁻x, സോറി ഇവിടെ t അല്ല x ആണ്, x<0 e⁻x x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇവിടെ x ആണ് കേട്ടോ. ഇടയ്ക്ക് ടീലും ചോദിക്കാറുണ്ട്, അപ്പോൾ കൺഫ്യൂസ്ഡ് ആവണ്ട, എക്സിന് പകരം ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇപ്പോൾ അത് ക്വസ്റ്റ്യൻ e⁻t t<0 t>0 ആണ്, എന്ത് ചെയ്താൽ മതി, അപ്പോൾ നമ്മൾ f(x) എഴുതാൻ പാടില്ല, f(t). അതുപോലെ ഫോറിയർ ഇന്റഗ്രൽ റെപ്രസെൻറ്റേഷനിൽ കംപ്ലീറ്റ് എക്സിന് പകരം ടി ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഹെൻസ് ഇവാലുവേറ്റ് 0 to ഇൻഫിനിറ്റി 1/ω² + 1 d ഒമേഗ ഈക്വൽ ടു, ഇത് കാണണം എത്രയാന്നുള്ളത്, ഇത് നമുക്ക് കാണണം. ഹെൻസ് ഇവാലുവേറ്റ്, ഇതാണ് ക്വസ്റ്റ്യൻ, നമുക്കറിയില്ല, അത് കാണണം എത്രയാന്നുള്ളത്. സോ ആദ്യം നോക്കേണ്ടത് എന്താണ്, ഇതിനെക്കുറിച്ച് വരിഡ് ആവരുത്. ആദ്യം ചെയ്യേണ്ടത് ഫോറിയർ ഇന്റഗ്രൽ റെപ്രസെൻറ്റേഷൻ കാണുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് കിടക്കാവും. അപ്പോൾ ആദ്യം ഫോറിയർ ഇന്റഗ്രൽ റെപ്രസെൻറ്റേഷൻ. സോ ഫോറിയർ ഇന്റഗ്രൽ റെപ്രസെൻറ്റേഷൻ ഈസ് f(x) integral 0 to ഇൻഫിനിറ്റി a omega cos omega x plus b omega sin omega x d omega a omega equal to 1/π മൈനസ് ഇൻഫിനിറ്റി. ശ്രദ്ധിക്കണം കേട്ടോ, ഇവിടെ ഫോറിയർ ഇന്റഗ്രൽ റെപ്രസെൻറ്റേഷനിൽ 0 to ഇൻഫിനിറ്റി ആണ്, പക്ഷേ a omegയും b omegയും കാണുമ്പോൾ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആണ് f(x) cos omega x. ഇവിടെ f(x) 2 സ്പ്ലിറ്റ് ആയിട്ടുള്ളത്, ഒന്ന് 0 മുതൽ, ഒന്നിവിടെ മൈനസ് ഇൻഫിനിറ്റി മുതൽ, ഒന്ന് മൈനസ് ഇൻഫിനിറ്റി മുതൽ 0 വരെ, അടുത്തത് 0 മുതൽ ഇൻഫിനിറ്റി വരെ. ഇങ്ങനെ 2 കേസായിട്ട്, 2 ഇന്റർവൽ ആയിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്തു, ഇന്റഗ്രലിനെ 2 സ്പ്ലിറ്റ് ചെയ്തു.
ഒന്ന് മൈനസ് ഇൻഫിനിറ്റി 0 വരെ, മറ്റൊന്ന് 0 to ഇൻഫിനിറ്റി വരെ. എഫ് ഓഫ് എക്സ് കോസ് ഒമേഗ, എഫ് ഓഫ് എക്സ് കോസ് ഒമേഗ, അതിൽ മാറ്റമൊന്നുമില്ല. സോ അങ്ങനെ ചെയ്യുമ്പോൾ ഈ ഇൻ്റർവെല്ലിൽ 0 വരും അല്ലേ, ഫസ്റ്റ് ഇൻ്റർവെല്ലിൽ 0 ആണ്. സോ 0 പ്ലസ് ഇവിടെ എന്താ വരുന്നത്, ഇ റൈസ് ടു മൈനസ് എക്സ് എന്ന് വരും. എഫ് ഓഫ് എക്സ് ഇ റൈസ് ടു മൈനസ് എക്സ്, സോ ഇ റൈസ് ടു മൈനസ് എക്സ് കോസ് ഒമേഗ എക്സ് ഡി എക്സ്. സോ ഇവിടെ ഇനി ഇവാലുവേറ്റ് ചെയ്യാനൊന്നുമില്ല, 0 എന്നായതുകൊണ്ട് കംപ്ലീറ്റ് 0 ആയിട്ട് പോകും. പക്ഷെ ഇതിൻ്റെ എന്താ വരിക, ഇ റൈസ് ടു എ എക്സ് കോസ് ബി എക്സ്. നമ്മൾ ഒരുപാട് തവണ പറഞ്ഞ റിസൾട്ടാണ് ഇ റൈസ് ടു എ എക്സ് കോസ് ബി എക്സിൻ്റെ എന്താണെന്നുള്ളത്. എന്ത് വരും, ഇ റൈസ് ടു എ എക്സ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു എ കോസ് ബി എക്സ് പ്ലസ് ബി സൈൻ ബി എക്സ്, എ കോസ് ബി എക്സ് പ്ലസ് ബി സൈൻ ബി എക്സ്. സോ ഈ ക്വസ്റ്റ്യനിൽ എ എന്ന് പറഞ്ഞാൽ -1 ആണ്, എ എന്ന് പറഞ്ഞാൽ -1 ആണ്, ബി എന്ന് പറഞ്ഞാൽ ഒമേഗയാണ്. സോ എക്ക് പകരം -1 ആണ് കൊടുക്കേണ്ടത്, ബിക്ക് പകരം ഒമേഗയാണ് കൊടുക്കേണ്ടത്. സോ 1/π ഈ ടേം 0 ആയിപ്പോയി. ഇ റൈസ് ടു എ എക്സ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, ഇ റൈസ് ടു മൈനസ് എക്സ് 1 സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ, എക്ക് പകരം -1. സോ എ കോസ് ഒമേഗ എക്സ് പ്ലസ് ബി സൈൻ ഒമേഗ എക്സ്, ഇവിടെ ബിക്ക് പകരം ഒമേഗ വരുന്നത്, 0 to ഇൻഫിനിറ്റി. ഇനി എന്ത് ചെയ്യണം, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. സോ ഞാൻ ഈ ഇ റൈസ് ടു മൈനസ് എക്സിനെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. സോ മൈനസ് ഇ റൈസ് ടു മൈനസ് എക്സ് കോസ് ഒമേഗ എക്സ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ എക്സിലെ ഇൻറ്റഗ്രേഷൻ അല്ലെ, എക്സിലെ ഇൻറ്റഗ്രേഷൻ. അപ്പോൾ ഒമേഗ ടൈമിനെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഞാൻ 1/1 പ്ലസ് ഒമേഗ സ്ക്വയർ പുറത്തേക്ക് എടുത്തു. ഇത് നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ഇൻഫിനിറ്റി എങ്ങനെയാണ് കൊടുക്കുക എന്നുള്ളത്. സോ ഇവിടെ എന്തുള്ളത്, ഇ റൈസ് ടു മൈനസ് എക്സ് കോസ് ഒമേഗ എക്സ് ആണ്, ഇവിടെ ഇ റൈസ് ടു മൈനസ് എക്സ് സൈൻ ഒമേഗ എക്സ് ആണ്. നമ്മൾ കോസ് എന്ന് പറഞ്ഞാൽ -1 ഇടയിലാണ്, സൈനും -1 ഇടയിലാണ്, അങ്ങനെ പറഞ്ഞിട്ട് ഒരു സാൻഡ്വിച്ച് തിയറം പ്രകാരം ഇൻഫിനിറ്റി കൊടുത്താൽ ഈ ടേം കംപ്ലീറ്റ് 0 ആയി പോകും എന്ന് പറഞ്ഞിട്ടുണ്ടാകും. ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി ഇവിടെ ഉണ്ടായതുകൊണ്ട് എക്സിന് ഇൻഫിനിറ്റി കൊടുത്താൽ ഇവിടെ ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി വരും. അങ്ങനെ ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി ഉണ്ടായതുകൊണ്ട് ഈ ടേം 0 ആയി പോകും, ഇവിടെ ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി ഉണ്ടായ ടേം 0 ആയി പോകും. അത് എങ്ങനെയാണെന്നുള്ള നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എങ്ങനെ സാൻഡ്വിച്ച് തിയറൊക്കെ ഉപയോഗിച്ചിട്ട്. സോ ഈ രണ്ട് ടേമും ഇൻഫിനിറ്റി കൊടുത്താൽ 0 ആയി പോകും. മൈനസ്, ഇപ്പോൾ അപ്പർ ലിമിറ്റ് കൊടുത്തു, മൈനസ്. ഇനി ലോവർ ലിമിറ്റ് എക്സിന് 0 കൊടുക്കുക. അപ്പോൾ ഇ റൈസ് ടു 0 കോസ് 0 പ്ലസ് ഒമേഗ ഇ റൈസ് ടു 0 സൈൻ 0. ഇവിടെ സൈൻ 0 ഉണ്ടായത് കൊണ്ട് ഈ ടേം കംപ്ലീറ്റ് എന്തായി പോകും, ഈ ടേം കംപ്ലീറ്റ് 0 ആയി പോകും, കാരണം സൈൻ 0 0 ആണ്. ഇനി ബാക്കിയുള്ളത് ഇ റൈസ് ടു 0 എന്താ, ഇ റൈസ് ടു 0 1, കോസ് 0 1. അപ്പോൾ -1 എന്ന് വരും, മൈനസും മൈനസും പ്ലസ് വരും. സോ എ ഒമേഗ ഈക്വൽ ടു 1/π എ പ്ലസ് ഒമേഗ സ്ക്വയർ വരും, എ ഒമേഗ. ഇനി ഇതേപോലെ ബി ഒമേഗ, ഇതേ സെയിം മെത്തേഡാണ്, കോസിന് പകരം ഇവിടെ സൈൻ വരും എന്നുള്ള പ്രത്യേകത മാത്രമേ ഉള്ളൂ. സോ ഇതേപോലെ ബി ഒമേഗ 1/π ബൈ ഡെഫിനിഷൻ -∞ എഫ് ഓഫ് എക്സ് സൈൻ ഒമേഗ എക്സ് ഡി എക്സ്. ഇന്റഗ്രേഷൻ സ്പ്ലിറ്റ് ചെയ്തു, ഫസ്റ്റ് ഫംഗ്ഷൻ 0 ആണ്, സെക്കൻഡ് ഫംഗ്ഷൻ 1 ആണ്. ഫസ്റ്റിൽ 1 അല്ല, ഇ റൈസ് ടു മൈനസ് എക്സ് ആണ്. അപ്പോൾ 0 വരും, ഇ റൈസ് ടു മൈനസ് എക്സ് വരും. ഈ ടേം കംപ്ലീറ്റ് 0 ആയി പോകും. പിന്നെ ഈ ടേമിന്റെ ഇന്റഗ്രേഷൻ ഉണ്ടാക്കാം. ഇതിലെന്താ വരിക, സൈനിന്റെ ഇ റൈസ് ടു എ സൈൻ ബി എന്ത് വരും, ഇ റൈസ് ടു എ എക്സ് പ്ലസ് 1 സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എ സൈൻ മൈനസ് ബി കോസ് ബി എന്ന് വരും. അപ്പോൾ ഇ റൈസ് ടു മൈനസ് എക്സ് 1 പ്ലസ് ഒമേഗ സ്ക്വയർ -1 ഇൻറ്റു സൈൻ ഒമേഗ എക്സ് മൈനസ് ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ എക്സ്. ഇവിടെ 0 to ഇൻഫിനിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു കേസിൽ പറഞ്ഞ അതേപോലെ തന്നെയാണ്. ഇവിടെ എന്തുണ്ട്, ഇ റൈസ് ടു മൈനസ് ഉണ്ടല്ലേ, ഇ റൈസ് ടു മൈനസ് എക്സ് ഉണ്ടായതുകൊണ്ട് ഇൻഫിനിറ്റി കൊടുത്താൽ ഈ ടേം കംപ്ലീറ്റ് 0 ആയി പോകും. പിന്നെ 0ന്റെ വാല്യൂ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. സോ 1/π 1/1 പ്ലസ് ഒമേഗ സ്ക്വയർ കോൺസ്റ്റന്റ് ആണ്. ആദ്യം പറഞ്ഞു ഇൻഫിനിറ്റി കൊടുത്താൽ 0 ആയിരിക്കും. മൈനസ് 0 കൊടുത്താൽ ഇവിടെ എന്തോരും, ഇ റൈസ് ടു 0 എന്ന് വരും. ഇ റൈസ് ടു 0 1 ആണ്. ഇവിടെ സൈൻ 0 മൈനസ് ഒമേഗ ഇൻറ്റു കോസ് 0 എന്ന് വരും. സൈൻ 0 എന്താണ്, സൈൻ 0 0 ആണ്, കോസ് 0 1 ആണ്. അപ്പോൾ എന്തോരും, ഒമേഗ എന്ന് മാത്രം വരും. ഇവിടെ മൈനസും മൈനസും പ്ലസ് ആവും. സോ ഒമേഗ ബൈ പൈ ഇൻറ്റു 1 പ്ലസ് ഒമേഗ സ്ക്വയർ വരും. അപ്പോൾ എ ഒമേഗയും കിട്ടി, ബി ഒമേഗയും കിട്ടി. ഇവിടെ 1/, ആണ്, ഇവിടെ ഒമേഗ ബൈ എന്നാണുള്ളത്. ഇനി നമ്മൾ ഫോറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷനിൽ ഈ എയും ബിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇത് എ അല്ലേ, ഇതാണ് നമ്മുടെ എ ഒമേഗ കോസ് ഒമേഗ എക്സ് പ്ലസ് ബി ഒമേഗ സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ.
സോ ഇവിടെ കോമൺ ആയിട്ട് 1/π ഉണ്ട്. ഇവിടെ ശരിക്ക് 1+ω² രണ്ടിൽ കോമൺ ആയിട്ടുണ്ട്. പക്ഷെ അത് പുറത്ത് എടുക്കാൻ പാടില്ല, കാരണം ഇവിടെ ഇന്റഗ്രേഷൻ ഡി ഒമേഗയിലാണ്. അപ്പോൾ ഒമേഗയിലായതുകൊണ്ട് ഒമേഗ ടൈം ഒന്നും ഇന്റഗ്രേഷന്റെ പുറത്തേക്ക് വരാൻ പാടില്ല. 1/π മാത്രം പുറത്തേക്ക് എടുത്തു. പിന്നെ ഡിനോമിനേറ്ററിൽ എന്താ ഉള്ളത്? ഡിനോമിനേറ്ററിൽ 1+ω², 1+ω². അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഓൾറെഡി കോമൺ ആയി പുറത്തേക്ക് എടുത്തിരുന്നു കേട്ടോ. അപ്പോൾ ഇതിന് ഇനി വീണ്ടും എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും cos ωx പ്ലസ് ഒമേഗ സൈൻ ωx ബൈ 1+ω² വരും. കാരണം ഇവിടെ ഡിനോമിനേറ്റർ ഈക്വൽ ആയതുകൊണ്ട് ന്യൂമറേറ്റർ നമ്മൾ ആഡ് ചെയ്യാം. അപ്പോൾ ഡി ഒമേഗ എന്ന് വരും. സോ ദിസ് ഇസ് ദ ഫോറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്. സോ നമുക്കൊരു ഹെൻസ് ഇവാലുവേറ്റ് കാണണം അല്ലേ, ഒരു ഇന്റഗ്രേഷൻ കാണണ്ടായിരുന്നു. സോ അത് കാണാൻ വേണ്ടി ഞാൻ ഇത് എക്സിന് 0 കൊടുത്തു. ഇവിടെ എക്സിന് 0 കൊടുക്കുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? നമ്മൾ എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ് ആണോ നോക്കണം. എക്സിന് 0 കൊടുക്കുമ്പോൾ എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ് ആണോ നോക്കണം. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. സോ ഇവിടെ എക്സിന് 0 കൊടുത്താൽ ലെഫ്റ്റ് എന്താ വരും? ഇവിടെ കണ്ടോ 0 സ്പ്ലിറ്റിംഗ് വരുന്നത്. അപ്പോൾ ഈ സ്പ്ലിറ്റിംഗ് വരുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. സ്പ്ലിറ്റിംഗ് അല്ല എങ്കിൽ പ്രശ്നമില്ല. പക്ഷേ ഈ എൻഡ് പോയിന്റും കണ്ടോ സ്പ്ലിറ്റിങ്ങിൽ 0 വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ ലെഫ്റ്റ് റൈറ്റ് നോക്കണം. ഇവിടെ എന്താ ലെഫ്റ്റിൽ വരുന്നത്? ലെഫ്റ്റിൽ 0 ആണ് വരുന്നത് അല്ലേ. കണ്ടോ ലെഫ്റ്റിൽ എക്സിന്റെ ലെഫ്റ്റിൽ 0 ആണ്. സോ 0. റൈറ്റിൽ e⁻⁻x ആണ്. നമ്മൾ വാല്യൂ കൊടുത്താൽ e⁻0 എന്ന് വരും. എക്സിന് 0 കൊടുത്താൽ e⁻0 വരും. അപ്പോൾ 1 ആണ് വരുന്നത്. ഇവിടെ 0 ആണ്, പക്ഷെ ഇതിൽ താഴെ ലെഫ്റ്റിൽ 1 ആണ്. സോ 0 നോട്ട് ഈക്വൽ ടു 1 ആണ്. എന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷൻ 0ൽ കണ്ടിന്യൂസ് അല്ല, ഡിസ്കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ എഫ് ഓഫ് 0 കാണുമ്പോൾ എന്ത് ചെയ്യണം? ലെഫ്റ്റ് ടു റൈറ്റ് എടുത്തിട്ട് ആവറേജ് കാണണം. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് കാണാം. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഫോറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷന് മാറ്റമൊന്നുമില്ല കേട്ടോ. എന്തുവരും? എക്സിന് 0 കൊടുത്താൽ ഇവിടെ ഇന്റഗ്രൽ റെപ്രസെന്റേഷനിലും എക്സിന് 0 കൊടുക്കാം. സോ 1/π cos ω × 0 എന്ന് പറഞ്ഞാൽ cos 0 പ്ലസ് ω × sin 0 ഡിവൈഡ് ബൈ 1+ω². cos 0 1 ആണ് അല്ലേ, sin 0 0 ആണ്. അപ്പോൾ ഈ ടേം കംപ്ലീറ്റ് 0 ആയി പോകും. അപ്പോൾ 1/1+ω² ഡി ഒമേഗ എന്ന് വരും. നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെ ആയിരുന്നു അല്ലേ. ഇവിടെ 1/π ഒഴിവാക്കിയാൽ നമ്മുടെ ക്വസ്റ്റ്യൻ ആയി. അപ്പോൾ ഇനി എഫ് ഓഫ് 0 കാണാം. നമ്മൾ പറഞ്ഞ കാര്യം ഇതായിരുന്നു. അറ്റ് x = 0 എഫ് ഓഫ് എക്സ് ഈസ് നോട്ട് കണ്ടിന്യൂസ്. സോ ലെഫ്റ്റ് ലിമിറ്റ്, സോറി ഇത് റൈറ്റ് ലിമിറ്റ് ആണ്, RHL. റൈറ്റ് ലിമിറ്റ് എഫ് ഓഫ് 0 പ്ലസ് എന്ന് പറഞ്ഞാൽ 1 വരും. e⁻0 1. 0 LHS എന്ന് പറഞ്ഞാൽ ലെഫ്റ്റിൽ 0 എന്ന് വരും. സോ 1 നോട്ട് ഈക്വൽ ടു 0. പക്ഷേ ഈ കേസിൽ നമ്മൾ പറഞ്ഞു റിസൾട്ട് എന്താ പറഞ്ഞത്? ഫോറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ കാണണമെങ്കിൽ ആവറേജ് എടുക്കുക, ലെഫ്റ്റിന്റെ റൈറ്റിന്റെ ആവറേജ് എടുക്കുക. സോ 1+0 ഡിവൈഡ് ബൈ 2 എന്ന് വരും അല്ലേ. 1+0 ഡിവൈഡ് ബൈ 2. സോ നമുക്കിവിടെ എന്ത് വരും? 1+0 ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 1/2 വരും. സോ ആ 1/2 ഈ ഇന്റഗ്രലും ഈക്വൽ ആയിരിക്കും, കാരണം ഇത് ഫോറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ ഓഫ് x = 0 ആണ്. സോറി എഫ് ഓഫ് എക്സ് അറ്റ് x = 0 ആണ്. അപ്പോൾ ഇത് ഈക്വൽ ടു 1/2 ആയിരിക്കും. സോ ദെയർഫോർ 0 to ∞ 1/1+ω² ഡി ഒമേഗ ഈക്വൽ ടു π/2 എന്ന് കിട്ടും. ഓക്കെ, ഇത് ലെങ്തി ആണെന്ന് കരുതരുത്, സിമ്പിൾ ടോപ്പിക് ആണ് കേട്ടോ. വലിയ ബുദ്ധിമുട്ടുള്ള ഇന്റഗ്രേഷൻ ഒന്നും വരില്ല. അതുപോലെ ക്വസ്റ്റ്യൻസും എല്ലാം സിമ്പിൾ ആയിരിക്കും.